നമുക്ക് എത്ര പഠിച്ചാലും പരീക്ഷയ്ക്ക് മുന്നേ എല്ലാം മറക്കുന്നുണ്ടോ? എങ്കിൽ ജപ്പാനീസ് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന ചില ബ്രെയിൻ ടെക്നിക്സ് നമുക്ക് നോക്കാം. നിങ്ങളും ഈ സീക്രട്ട് മെത്തേഡ്സ് ട്രൈ ചെയ്താൽ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും മറന്നുപോകില്ല. സോ ലെറ്റ്സ് അൺലോക്ക് ദി ജാപ്പനീസ് മെമ്മറി പവർ ടുഡേ. പരീക്ഷയിൽ ഒന്നാമതെത്തുന്ന ആ കുട്ടിയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദിവസവും മണിക്കൂറോളം തലകുത്തിയിരുന്ന് പഠിക്കുന്ന നിങ്ങളെക്കാൾ എത്രയോ കുറച്ചു സമയം മാത്രം പഠിച്ചിട്ടായിരിക്കും അവൻ അല്ലെങ്കിൽ അവൾ ടോപ്പ് ആവുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ നിരാശയും ദേഷ്യവും തോന്നിയേക്കാം. എനിക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണോ എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ടാവും. സത്യം അതല്ല. ഇത് നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങളെ പഠിക്കാൻ പഠിപ്പിച്ച രീതിയുടെ കുഴപ്പമാണ്. എന്നാൽ കുറച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യ ഫോർമുല ഉണ്ട്. ഒരു ശരാശരി വിദ്യാർത്ഥിയെ പോലും ജീനിയസ് ആക്കാൻ, മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സഹായിക്കുന്ന ഒരു ശക്തമായ ഫോർമുല. ഇത് കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുന്നുണ്ടല്ലേ? എങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക. കാരണം നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഈ 8 ജപ്പാനീസ് രഹസ്യങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ഇതിനുശേഷം നിങ്ങളുടെ പഴയ പഠന രീതിയിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും പുറകിൽ നിൽക്കുന്നത്? മിക്ക വിദ്യാർത്ഥികളും പഠിക്കുന്നത് തെറ്റായ രീതിയിലാണ്. ഞാൻ അത് തെളിയിക്കാം. ഒരു പുസ്തകത്തിലെ മുഴുവൻ അധ്യായവും വായിച്ചു തീർത്ത് എല്ലാം മനസ്സിലായി എന്ന് ആത്മവിശ്വാസത്തിൽ പോയി പരീക്ഷ എഴുതുമ്പോൾ എല്ലാം മറന്നുപോയ അനുഭവം നിങ്ങൾക്കുണ്ടോ? ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ഇത് ഞാൻ എന്തായാലും ഫോളോ ചെയ്യുമെന്ന് ഉറപ്പിച്ച് 3-ാം ദിവസം അത് പാളിപ്പോയ അനുഭവം നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ഫോൺ മാറ്റിവെച്ച് പുസ്തകം തുറക്കുമ്പോൾ മണിക്കൂറുകളോളം ഫോണിൽ സ്ക്രോൾ ചെയ്ത് സമയം കളഞ്ഞ അനുഭവം നിങ്ങൾക്കുണ്ടോ? ഇതിൽ ഏതെങ്കിലും ഒന്നിന് നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ നിങ്ങളുടെ പഠന രീതി പൂർണ്ണമായും തെറ്റാണ്. അത് മാറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും മുൻനിരയിൽ എത്താൻ പോകുന്നില്ല. ഒരു സന്തോഷ വാർത്തയുണ്ട്. ഏറ്റവും ഫലപ്രദമായി എങ്ങനെ പഠിക്കണമെന്ന് ജാപ്പനീസുകാർ പണ്ടേ കണ്ടെത്തിയിട്ടുണ്ട്. പഠനം ഒരു ഭാരമാകാതെ വളരെ ലളിതമായ ഒരു സിസ്റ്റം. ജാപ്പനീസ് വിജയരഹസ്യം: പഠിക്കേണ്ടത് തലച്ചോറിനെയാണ്. ജപ്പാനിലെ വിദ്യാർത്ഥികൾ വെറുതെ പഠിക്കുകയല്ല ചെയ്യുന്നത്. ഒരു കായിക താരം ഒളിമ്പിക്സിനായി ശരീരം പരിശീലിപ്പിക്കുന്നത് പോലെ അവർ തങ്ങളുടെ തലച്ചോറിനെ പരിശീലിപ്പിക്കുന്നു. കൂടുതൽ കഠിനമായി പഠിക്കൂ എന്നല്ല അവർ പറയുന്നത്, പകരം കൂടുതൽ സ്മാർട്ടായി പഠിക്കൂ എന്നാണ്. അതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പഠിക്കുന്ന സമയം പകുതിയാക്കി ഓർമ്മശക്തി ഇരട്ടിയാക്കാൻ കഴിഞ്ഞാലോ? ഒരു മടുപ്പുമില്ലാതെ എളുപ്പത്തിൽ ഫോക്കസ് ചെയ്യാനും പഠിച്ചതെല്ലാം കൃത്യമായി ഓർത്തെടുക്കാനും സാധിച്ചാലോ? ഇതെല്ലാം സാധ്യമാണ്. അതിനായി നിങ്ങൾ ഈ 8 ജാപ്പനീസ് രഹസ്യങ്ങൾ അറിഞ്ഞാൽ മാത്രം മതി. ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ പഠന രീതി പഴയതുപോലെ ആവില്ല. മറ്റെല്ലാ വിദ്യാർത്ഥികളെക്കാളും നിങ്ങൾക്ക് ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് ലഭിക്കും. അതുകൊണ്ട് പഠനത്തിലെ ഈ കോഡ് അൺലോക്ക് ചെയ്ത് ഒരു ടോപ്പർ ആവാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ തയ്യാറാണെങ്കിൽ അവസാനം വരെ ഈ വീഡിയോ കാണുക. കാരണം 8ാമത്തെ രഹസ്യം അതൊരു സാധാരണ വിദ്യാർത്ഥിയെ പോലും ജീനിയസ് ആക്കാൻ കഴിവുള്ള ഒന്നാണ്. 1ാമത്തെ രഹസ്യം: കേസൻ ദി 1% റൂൾ. വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ ദിവസവും 1% മാത്രം മെച്ചപ്പെടുത്തുക. ഇതാണ് കേസൻ എന്ന ജപ്പാനീസ് തത്വം. ഒറ്റ ദിവസം കൊണ്ട് 10 മണിക്കൂർ പഠിച്ച് തളർന്നു പോകുന്നതിനു പകരം ദിവസവും 30 മിനിറ്റ് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിച്ചു തുടങ്ങുക. എന്നിട്ട് പതുക്കെ സമയം കൂട്ടുക. ഒരു വിഷയം ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാം കൂടി ഒറ്റയടിക്ക് പഠിക്കാൻ ശ്രമിക്കരുത്. ഓരോ ദിവസവും ഓരോ ചെറിയ ഭാഗം മാത്രം പഠിച്ച് മുന്നേറുക. എന്തുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നു? നമ്മുടെ തലച്ചോറിന് വലിയ മാറ്റങ്ങളെക്കാൾ എളുപ്പത്തിൽ പൊരുത്തപ്പെടാൻ കഴിയുന്നത് ചെറിയ സ്ഥിരമായ മാറ്റങ്ങളോടാണ്. കാലക്രമേണ ചെറിയ 1% മെച്ചപ്പെടുത്തലുകൾ വലിയ വിജയമായി മാറും. 2ാമത്തെ രഹസ്യം: ദി പോമോഡോറോ ടെക്നിക്. മണിക്കൂറുകളോളം ശ്രദ്ധയില്ലാതെ പഠിക്കുന്നതിന് പകരം ജാപ്പനീസ് വിദ്യാർത്ഥികൾ ഈ ടെക്നിക് ഉപയോഗിക്കുന്നു. ഒരു ടൈമർ 25 മിനിറ്റിലേക്ക് സെറ്റ് ചെയ്യുക. ഈ സമയം ഫോണോ മറ്റ് ശല്യങ്ങളോ ഇല്ലാതെ പൂർണ്ണമായും പഠിക്കുക. 25 മിനിറ്റിനു ശേഷം 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഈ സമയം എഴുന്നേറ്റ് നടക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യാം, പക്ഷെ ഫോൺ ഉപയോഗിക്കരുത്. ഇങ്ങനെ 4 തവണ ആവർത്തിച്ച ശേഷം 15 മുതൽ 20 വരെ ഒരു വലിയ ബ്രേക്ക് എടുക്കുക. എന്തുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നു? മനുഷ്യന്റെ തലച്ചോറിന് കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ പൂർണ്ണമായും ശ്രദ്ധിക്കാൻ കഴിവുള്ളൂ. ഈ ടെക്നിക്ക് മടിപ്പൊഴിവാക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. 3ാമത്തെ രഹസ്യം: ദി ഫെയ്ൻമാൻ ടെക്നിക്. വെറുതെ വായിച്ച് മനഃപ്പാഠമാക്കുന്നതിന് പകരം പഠിച്ച കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാൻ ഈ ടെക്നിക്ക് സഹായിക്കും. ഒരു വിഷയം പഠിച്ച ശേഷം അതൊരു ചെറിയ കുട്ടിയെ പഠിപ്പിക്കുന്നത് പോലെ ഏറ്റവും ലളിതമായ വാക്കുകളിൽ വിശദീകരിക്കുവാൻ ശ്രമിക്കുക. എവിടെയെങ്കിലും നിങ്ങൾക്ക് തെറ്റാകുന്നെങ്കിൽ ആ ഭാഗം വീണ്ടും പഠിക്കുക. സങ്കീർണമായ വാക്കുകൾ ഉപയോഗിക്കാതെ ആ വിഷയം പൂർണ്ണമായി വിശദീകരിക്കാൻ കഴിയുന്നതുവരെ ഇത് തുടരുക. എന്തുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നു?
മറ്റൊരാളെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വിഷയം ഏറ്റവും ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളുടെ തലച്ചോറ് നിർബന്ധിതമാകുന്നു. ഇത് പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ സഹായിക്കും. നാലാമത്തെ രഹസ്യം, ആക്റ്റീവ് റീകോൾ. മിക്ക വിദ്യാർത്ഥികളും പുസ്തകം വീണ്ടും വീണ്ടും വായിക്കുന്നു, പക്ഷെ ടോപ്പേഴ്സ് ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. അവർ സ്വയം പരീക്ഷിക്കുന്നു. പുസ്തകം അടച്ചു വെച്ച് നിങ്ങൾ ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു. ഫ്ലാഷ് കാർഡുകൾ ഉപയോഗിക്കുക. കാർഡിന് ഒരു വശത്ത് ചോദ്യവും മറുവശത്ത് ഉത്തരവും എഴുതുക. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അന്ന് പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് സ്വയം ചില ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കണ്ടെത്തുക. എന്തുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നു? ടെക്നോളജിയെ എങ്ങനെ പഠനത്തിനായി സ്മാർട്ടായി ഉപയോഗിക്കാമെന്ന് ജപ്പാനിലെ വിദ്യാർത്ഥികൾക്ക് നന്നായി അറിയാം. ChatGPT, ഗൂഗിൾ ജെമിനി പോലുള്ള AI ടൂളുകളോട് മനസ്സിലാക്കാൻ പ്രയാസമുള്ള വിഷയങ്ങൾ ലളിതമായി വിശദീകരിക്കാൻ ആവശ്യപ്പെടുക. എഴുതാതെ നോട്ടുകൾ തയ്യാറാക്കാൻ സ്പീച്ച് ടു ടെക്സ്റ്റ് ആപ്പുകൾ ഉപയോഗിക്കുക. AI ബേസ്ഡ് ഫ്ലാഷ് കാർഡുകൾ ഉപയോഗിച്ച് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു? AI നിങ്ങളുടെ സമയം ലാഭിക്കുന്നു, സങ്കീർണമായ വിഷയങ്ങൾ ലളിതമാക്കുന്നു, കൂടാതെ ഓരോരുത്തർക്കും ആവശ്യമായ രീതിയിൽ പഠിക്കാൻ സഹായിക്കുന്നു. ഏഴാമത്തെ രഹസ്യം, ഡീപ് കോൺസെൻട്രേഷൻ. ആഴത്തിലുള്ള ശ്രദ്ധ, ശല്യങ്ങളില്ലാതെ ദീർഘനേരം ശ്രദ്ധയോടെ പഠിക്കാനുള്ള കഴിവിനെയാണ് വളർത്തിയെടുക്കുന്നത്. ഇത് ജാപ്പനീസ് സ്റ്റുഡൻസ് പരിശീലിക്കുന്ന ഒന്നാണ്. പഠിക്കാനിരിക്കുമ്പോൾ ഫോൺ, സോഷ്യൽ മീഡിയ, മറ്റു ശബ്ദങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക. ശല്യപ്പെടുത്തുന്ന വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പഠിക്കുന്നതിന് മുൻപ് കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്യുന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. എന്തുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നു? നിങ്ങളുടെ ശ്രദ്ധയെ ഒരു മസിൽ പോലെ പരിശീലിക്കുന്നത് മാനസികമായ കരുത്ത് വർദ്ധിപ്പിക്കുകയും വേഗത്തിൽ കാര്യങ്ങൾ പഠിക്കാൻ സഹായിക്കും. ഇതൊരു തരം മൈൻഡ് ഹാക്ക് ആണ്. അതുകൊണ്ട് ഇത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. എട്ടാമത്തെ രഹസ്യം, നെമോവാഷി. മുൻകൂട്ടി പ്ലാൻ ചെയ്യൽ. ഒരു മരം നടുന്നതിന് മുൻപ് നിലമൊരുക്കുന്നതിനെയാണ് നെമോവാഷി എന്ന് പറയുന്നത്. അതുപോലെ പഠനം ഒരിക്കലും ഭാരമാകാതിരിക്കുവാൻ ജാപ്പനീസ് വിദ്യാർത്ഥികൾ എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നു. ഓരോ ആഴ്ചയുടെ തുടക്കത്തിലും ആ ആഴ്ച പഠിക്കാൻ പോകുന്ന വിഷയങ്ങൾ എഴുതി വെക്കുക. ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അടുത്ത ദിവസം എന്താണ് പഠിക്കേണ്ടത് തീരുമാനിക്കുക. വലിയ ലക്ഷ്യങ്ങളെ ചെറിയ സ്റ്റെപ്പുകളായി വിഭജിക്കുക. ഇത് പഠനം എളുപ്പമാക്കും. എന്തുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നു? കൃത്യമായ പ്ലാനിംഗ് നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കുകയും പഠനത്തിൽ സ്ഥിരത നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു ശരാശരി വിദ്യാർത്ഥിയെ ടോപ്പറാക്കാൻ കഴിവുള്ള 8 ജാപ്പനീസ് രഹസ്യങ്ങളും നിങ്ങൾക്കറിയാം. പക്ഷേ ഒരു സത്യമുണ്ട്, ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. എത്ര തവണ നിങ്ങൾ നല്ല സ്റ്റഡി ടിപ്പോ സ്റ്റഡി പ്ലാനുകളൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഏതെങ്കിലും ഒന്ന് പ്രയോഗിച്ചു നോക്കിയിട്ടുണ്ടോ? ഇവിടെയാണ് സാധാരണക്കാരനും വിജയിയും തമ്മിലുള്ള വ്യത്യാസം. വിജയികൾ കേൾക്കുക മാത്രമല്ല, അവരത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഇതാണ് നിങ്ങൾക്കുള്ള എന്റെ ചാലഞ്ച്. ഈ പറഞ്ഞ 8 രഹസ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മാത്രം തിരഞ്ഞെടുക്കുക. അത് കേസൻ ആവാം, ആക്റ്റീവ് റീകോൾ ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവാം. എന്നിട്ട് അത് ഇന്ന് മുതൽ തന്നെ പ്രയോഗിച്ചു തുടങ്ങുക. ദിവസവും 1% മാത്രം മെച്ചപ്പെട്ടാൽ മതി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ റിസൾട്ടിൽ അവിശ്വസനീയമായ മാറ്റങ്ങൾ കാണാം. നിങ്ങളുടെ അടുത്ത പരീക്ഷയെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കൂ. പൂർണ്ണമായും ആത്മവിശ്വാസത്തോടെ ഹാളിലേക്ക് നടന്നു കയറുന്നു. ചോദ്യങ്ങൾ കാണുമ്പോൾ പഠിച്ചതെല്ലാം എളുപ്പത്തിൽ ഓർത്തെടുക്കുന്നു. പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ ആ പരീക്ഷ തകർത്തെഴുതിയെന്ന്. അതാണ് സ്മാർട്ടായി പഠിക്കുന്നതിന്റെ ശക്തി. ഇപ്പോൾ തീരുമാനം നിങ്ങളുടേതാണ്. ഇതെല്ലാം കേട്ട് പഴയതുപോലെ കഷ്ടപ്പെട്ട് പഠിക്കണോ, അതോ ഇതിലേതെങ്കിലും ഒന്ന് പ്രയോഗിച്ച് നിങ്ങളുടെ യഥാർത്ഥ കഴിവ് പുറത്തെടുക്കണോ? പഠനത്തിലെ വിജയരഹസ്യം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ്. അത് ബുദ്ധിപരമായി ഉപയോഗിക്കുക. ഈ ടെക്നിക്കുകളിൽ ഏതാണ് നിങ്ങൾ ആദ്യം പരീക്ഷിക്കാൻ പോകുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യുക. എല്ലാവർക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടുതൽ സ്റ്റഡി പ്ലാൻ ആൻഡ് സ്റ്റഡി ടിപ്സിനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.